എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുറച്ച് ഷിനോബികൾ ചേർന്ന് ആ സെക്കൻഡ് ഫിജികാകെ അങ്ങനെ ലോക്ക് ചെയ്യും. അതിനുശേഷം പതിയെ പതിയെ സീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഒരു സീല് അതും സെക്കൻഡ് ഫിജികാക തകർക്കും. മറ്റൊരു സ്ഥലത്ത് ആ ഫാക്കുറ സെൻസായി അവളും ഇപ്പൊ നോർമലായി മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ദേതുരെ കാണും. അവൻ നിലവിളിച്ച് പറയും, അല്പസമയത്തിനുള്ളില് ഞാൻ പൊട്ടിത്തെറിക്കും. അത് കേട്ട് കബൂട്ടോ ചിരിക്കും. കബൂട്ടോ പറയും, ഓൾറെഡി നിന്നെ സീൽ ചെയ്ത് കഴിഞ്ഞു, ഇനി നിനക്ക് പൊട്ടിത്തെറിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതേ സമയത്ത് ഡാൺ അവനിപ്പോ ചോസയോട് പറയും, ആരോ റിയാനിമേഷൻ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോ നോർമലായി മാറിയത്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ അവനും മനസ്സിലാവും റിയാനിമേഷൻ ജിപ്സു അത് ബ്രേക്ക് ആയെന്ന്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നായിട്ട് ഓരോരുത്തരായിട്ട് റിയാനിമേഷൻ ജിപ്സു ബ്രേക്കായി അങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങും. ഇവിടെ ദേതുരയാണെങ്കിൽ ആ ഒരു പപ്പട് തകർത്ത് അങ്ങനെ മുകളിലേക്ക് പോവും. അപ്പോഴായിരിക്കും കങ്കുറയ്ക്ക് മനസ്സിലാവുക റിയാനിമേഷൻ ജിപ്സു അത് ഓൾറെഡി ബ്രേക്ക് ആയെന്ന്. ഫാക്കുറ, ഗ്രാനിച്ചി, കിമിമാരു അങ്ങനെ എല്ലാവരും ഇപ്പൊ മുകളിലേക്ക് പറക്കാൻ തുടങ്ങും. കങ്കൂറ ആണെങ്കിൽ അവസാനമായിട്ട് ഗ്രാനിച്ചിയെ കാണാൻ ഓടിയെത്തും. അപ്പൊ ഗ്രാനിച്ചി ആള് കങ്കൂറയോട് പറയും, എനിക്ക് നിന്നില് ഒരുപാട് വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും നീ വലിയൊരു പപ്പഡ് മാസ്റ്റർ ആവും, എന്റെ എല്ലാ പ്രതീക്ഷയും നിന്റെ പക്കലാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവും. അത് കേട്ട് കങ്കൂറ അവനിപ്പോ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അവൻ പറയും, ഉറപ്പായിട്ടും ഞാൻ വലിയൊരു പപ്പഡ് മാസ്റ്റർ ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡാണിനെ കാണിക്കും. ഡാൺ പറയും, അങ്ങനെ ഒരു വിധത്തില് എനിക്കിപ്പോ എന്റെ കൺട്രോൾ തിരികെ കിട്ടി, എനിക്ക് പോവാൻ സമയമായി. ചോസ, ദയവ് ചെയ്ത് ഈ ഒരു ബാരിയർ അത് നീ ഒന്ന് റിലീസ് ചെയ്ത് തരുമോ? ചോസ അവൻ ആ ബാരിയർ റിലീസ് ചെയ്ത് കൊടുക്കും. അടുത്ത സെക്കൻഡ് ഡാൺ അവനിപ്പോ മുകളിലേക്ക് പോവാണ്. ഡാൺ ഇപ്പോ ചോസയോട് മാപ്പ് ചോദിക്കും. അതിനുശേഷം ഒരു സ്പെഷ്യൽ ജിപ്സു ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് ചോസ അവൻ ചിരിക്കും. ചോസ പറയും, ഈ ഒരു സ്പെഷ്യൽ ജിപ്സു ഇത് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നീ ഈ ജിപ്സു ഉപയോഗിച്ച് ഹൊക്കാഗെ കാണാനാണ് പോകുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കട്ട് ചെയ്ത ആസുമ സെൻസായി, കാഗസു അങ്ങനെ എല്ലാവരും റിലീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡാൺ ആണെങ്കിൽ ഇപ്പൊ ഗോസ്റ്റ് ട്രാൻസ്ഫർമേഷൻ ജിപ്സു അതുപയോഗിച്ച് വമ്പ സ്പീഡിൽ പറന്നു പോവും. അത് കണ്ടൊരു ഷിനോബി ഇപ്പൊ ചോസയോട് ചോദിക്കും, ഈ ഗോസ്റ്റ് ട്രാൻസ്ഫർമേഷൻ ജിപ്സു എന്ന് പറഞ്ഞ എന്താ? അതിന് ചോസ പറയും, അതൊരു ഗോസ്റ്റ് ഹോഴ്സ് പവറാണ്. അത്രയും പവർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എവിടെ എത്താൻ കഴിയും. മാത്രമല്ല ലോങ് റേഞ്ചിലുള്ളവരെ നമുക്ക് ഈ ഒരു പവർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഡാൺ അവൻ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഇപ്പൊ ഹൊക്കാഗെ ആന്റിയെ ആലോചിക്കും. ഹൊക്കാഗെ ആന്റി എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഗ്രാമം അത് തിരികെ പിടിക്കണം. അപ്പൊ ഡാണ് അവൻ ഹൊക്കാഗയുടെ അടുത്തേക്ക് വന്ന് ആദ്യമായിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നതും അതിനുശേഷം അവർ ഇഷ്ടത്തിലാവുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെ അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ റീആനിമേഷൻ ജിപ്സു അതെങ്ങനെ ബ്രേക്കായെന്ന് പറഞ്ഞ് അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുകയാണ്. അതിന് ഈനോച്ച് പറയും, ഓരോ ബാറ്റിൽ പ്ലേസിൽ നിന്നും ഇപ്പൊ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു, റീആനിമേറ്റഡ് ആയി വന്നവരെല്ലാം തന്നെ അത് ബ്രേക്കായി മുകളിലേക്ക് പോവുകയാണെന്ന്. അതിന് ഷിക്കാഗോ ആള് ഷോക്കായിട്ട് ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഷിക്കാഗോ പറയും, എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ അതെല്ലാ ഭാഗത്തേക്കും നീ സ്പ്രെഡ് ചെയ്യണം. ഷിക്കാഗോ ആണെങ്കിൽ ഇപ്പോഴും വലിയ കൺഫ്യൂഷനിലാണ്. എങ്കിലും ആരായിരിക്കും ഈ ഒരു റീആനിമേഷൻ ജിപ്സു അത് അൺഡു ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹിറ്റാച്ചിയെയും സാസുകയും കാണിക്കും. അവർ രണ്ടുപേരും അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഇപ്പൊ ഹിറ്റാച്ചി സാസുകയോട് എന്നേക്കുമായി ബായ് പറഞ്ഞ് അങ്ങനെ മുകളിലേക്ക് പോവും. മറ്റൊരു ഭാഗത്ത് ആ മോൺസ്റ്റേഴ്സ് ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ആ ബീസ്റ്റുകളുടെ മുഴുവൻ സോളുകളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സോൾസ് ഓരോന്നും നറൂട്ടോയെ തന്നെ നോക്കി മുകളിലേക്ക് അങ്ങനെ പോവാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷാവും. അങ്ങനെ ഒരു വിധത്തില് ഈ റീആനിമേഷൻ പ്ലേ അതിവിടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. അതേസമയം ടോബി അവനാണെങ്കിൽ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ അവൻ സ്റ്റൈലായിട്ട് ടോബിയുടെ അടുത്തേക്ക് വരും. ഇനിയുള്ള കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ടോബി ഉടനെ ടെൻഷനായിട്ട്, കബൂട്ടോ അവന് റീആനിമേഷൻ ജിപ്സുവില് ഫെയിലായോ? അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ മാതുര ഫൈറ്റ് കാണിക്കും. അപ്പൂപ്പ ഹൊക്കാഗെ പറയും, ആ ഒരു വലിയ സുസാന അത് പോയി, അതിനർത്ഥം റീആനിമേഷൻ ജിപ്സു അത് ബ്രേക്കായി എന്നാണ്. അത് കേട്ട മാതുര തന്നെ പറയും, അതെ, റീആനിമേഷൻ ജിപ്സു അത് ഓൾറെഡി ബ്രേക്കായി കഴിഞ്ഞു. ഹൊക്കാഗെ ആന്റി വണ്ടർ അടിക്കും. കബൂട്ടോയുടെ ലൊക്കേഷൻ അത് നമ്മളെ കൊണ്ട് കണ്ടെത്താനായിട്ടില്ല, പിന്നെ എങ്ങനെ ആര് ഈ റീആനിമേഷൻ ജിപ്സു അത് ബ്രേക്ക് ചെയ്തു? അതിന് അപ്പൂപ്പ ഹൊക്കാഗെ പറയും, അതാരാണെന്ന് അറിയില്ല, പക്ഷെ ആരാണോ ഇത് ചെയ്തത് തീർച്ചയായിട്ടും അവൻ തന്നെയാണ് ഈ ഷിനോബി വേൾഡിന്റെ ഹീറോ.
അപ്പ ആ മാതുര അവൻ പറയും, അപ്പൊ നിങ്ങളുടെ ഇടയിലും പവർഫുള്ളും ക്ലെവറും ആയിട്ടുള്ള ഷിനോബികൾ ഉണ്ടല്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവസാനമായിട്ട് വീണ്ടും ഇപ്പൊ കാഗാസിനെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പാഞ്ഞെടുക്കും. അപ്പൂപ്പ ഹൊക്കാഗയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഹൊക്കാഗെ ആന്റി ആളങ്ങനെ ചാടി വന്ന് അവളുടെ ഫയർ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവനെ കത്തിക്കരിച്ച് അങ്ങനെ ദൂരേക്ക് എറിയും. പക്ഷെ അടുത്ത സെക്കൻഡില് മാതുര അവനിപ്പോ സുസാനെ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യും. ഹൊക്കാഗെ ആന്റിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആരോ ഒരാള് ഹൊക്കാഗെ ആന്റിയെ തൂക്കിയെടുത്ത് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ സേഫ് ആയിട്ട് പോവും. ഹൊക്കാഗെ ആന്റിക്കും ബാക്കിയുണ്ടായിരുന്ന കാഗാസിനും അവർക്കൊന്നും ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും വണ്ടടിച്ച് ഇപ്പൊ പരസ്പരം നോക്കും. അപ്പോഴായിരിക്കും ഹൊക്കാഗെ ആന്റിക്ക് ഒരു വമ്പ ട്വിസ്റ്റ്. ഹൊക്കാഗെ ആന്റിയെ രക്ഷിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡാണാണ്. ഹൊക്കാഗെ ആന്റി ചോദിക്കും, നീ എങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് ഡാൻ പറയും, റിയാനിമേഷൻ ജിപ്സോ അത് ബ്രേക്കായി. സോ ഞാൻ ആ ഗോസ്റ്റ് പവർ വെച്ചാണ് ഇപ്പൊ നിന്റെ അടുത്തേക്ക് എത്തിയത്. നിനക്ക് ഒരു മാറ്റവും ഇല്ല, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുന്നു. ഹൊക്കാഗെ ആന്റിക്ക് ആണെങ്കിൽ ഇപ്പൊ ഡോണിനെ കണ്ട് ഒരുപാട് സന്തോഷവും അതുപോലെ സങ്കടമാവും. ഡോൺ പറയും, നിന്റെ വിഷമിച്ച് നിൽക്കുന്ന ഈ ഒരു ഫേസ് അത് കാണാനല്ല, മറിച്ച് സന്തോഷത്തോടു കൂടെ നിനക്കൊരു ബായ് പറയാനാണ് ഞാൻ വന്നത്. അത് കേട്ട് നമ്മുടെ ഹൊക്കാഗ അവളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ഡാൺ പറയും, ജനങ്ങളുടെ എല്ലാം പ്രശ്നം എനിക്ക് നീക്കം ചെയ്യണം, അതിനുശേഷം ഞാനായിരിക്കും ഈ രാജ്യത്തിന്റെ ഹൊക്കാഗെ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹൊക്കാഗെ ആന്റി ആള് പറയും, സത്യത്തിൽ ഞാൻ ഒരുപാട് മാറിപ്പോയി, പക്ഷെ എന്നും എന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. മാത്രമല്ല നിന്റെ ആഗ്രഹം അത് ഞാൻ ഫുൾഫിൽ ചെയ്തു. ഞാനിപ്പോ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗെയാണ്. അത് കേട്ട് ഹാപ്പിയായി ഡൗൺ ഇപ്പോ അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കും. അപ്പൊ അവള് ഫ്ലാഷ് ബാക്കില് അവൻ അവളെ ആദ്യമായിട്ട് കിസ് ചെയ്ത ആ ഒരു രംഗം അത് ഓർത്തെടുക്കും. അടുത്ത നിമിഷം തന്നെ അവനിപ്പോ ഡിസപ്പിയർ ആയി അങ്ങനെ പോവാണ്. അപ്പൊ റെയ്ക്കാഗ ആള് ഹൊക്കാഗയോട് ചോദിക്കും, ഹൊക്കാഗ നീ ഓക്കെ അല്ലേ? അതിന് ഹൊക്കാഗ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വലിയ കാര്യം അവർ നോട്ടീസ് ചെയ്യുക. ആ മാതുര അവന് മാത്രം ഇപ്പോഴും ഒരു കുഴപ്പമില്ല. മാതുര പറയും, റിയാനിമേഷൻ ജിപ്സുവില് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവൻ അത് തിരിച്ചെടുക്കാൻ കഴിയും. ഒരു പരിധി വരെ ഞാനിപ്പോൾ ആരുടെയും കൺട്രോളിലല്ല. മാത്രമല്ല റിയാനിമേഷൻ ബ്രേക്ക് ആയിട്ടും ഇതുവരെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. എന്റെ ബോഡിയിൽ ഇൻഫിനിറ്റി പവർ ഉണ്ട്. ഞാനിപ്പോ വീണ്ടും പഴയതുപോലെ ആയെന്ന് പറഞ്ഞ് അവൻ റിയാനിമേഷൻ ജിപ്സു അതങ്ങനെ റിലീസ് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ സാസുകയെ കാണിക്കും. അവനാണെങ്കില് ക്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലാനിന്റെ പ്രത്യേകത അതെന്തൊക്കെയാണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ കാര്യമായിട്ട് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും സുഗട്സുവും ചൂഗോയും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. സുഗട്സു സാസുകയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ കാര്യം, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? അതിനവൻ ക്യാഷ്വലായിട്ട് പറയും, ആ ഒരു റിയാനിമേഷൻ അത് സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവരുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന കബൂട്ടോയെ കാണിച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും മാതുരയെ കാണിക്കും. മാതുര പറയും, ഞാനിപ്പോ തീർത്തും നോർമലാണ്, പക്ഷെ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഞാനിനി എന്താ ചെയ്യണ്ടേ? എന്റെ മുൻപില് ഒരു ലക്ഷ്യമുണ്ട്, ആ നയൻ ടെയില്. അതിനെ കൺട്രോൾ ചെയ്ത് വീണ്ടും എന്റെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാൻ പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഗേഡർ സ്റ്റേച്ചിനെ കാണിക്കും. അതിനെ കാക്കാഷിയും ലീയും അവർ രണ്ടുപേരും കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അങ്ങനെ തല്ലി തകർത്ത് താഴെയിടും. അത് കണ്ട് ടോബി അവൻ വെറുതെ ഇരിക്കില്ല. അവൻ വലിയൊരു പാത്രം അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പാത്രത്തിലാണ് നയൻ ടെയിലിന്റെ പവറുള്ള ആ ജിഞ്ചക്കും ഗിഞ്ചക്കും അവരെ രണ്ടുപേരെയും സെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടോബി പതിയെ അവന്റെ കൈ നിവർത്തും. അതിൽ എയ്റ്റ് ടെയിലിന്റെ ഒരു ടെൻഡക്കിൾസ് ഉണ്ടാവും. അവൻ വീണ്ടും അവന്റെ ഫുൾ പവർ എടുത്ത് മറ്റെന്തോ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.